മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു പാലട പായസമാണ്. അതും കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് കാരമലൈസ്ഡ് മിൽക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ 3/4 ഭാഗത്തോളം വെള്ളം എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 395 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക്, അതിൻ്റെ ക്യാന് നമുക്ക് മുഴുവനായിട്ട് വെള്ളം മൂടിക്കെടുക്കുന്ന തരത്തിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 2 വിസിൽ വരുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. വന്നതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാൻ പാടില്ല. വിസിൽ നന്നായി പോയതിന് ശേഷം ആ ചൂടൊക്കെ കുക്കറിലെ വെള്ളത്തിന് നന്നായി ആറിയതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കാരമലൈസ്ഡ് മിൽക്ക് തയ്യാറായിട്ടുണ്ടാകും. പിന്നെ കുക്കറിലേക്ക് ഇടുന്നതിന് മുൻപ് ആ ടിന്ന് നല്ല ടൈറ്റ് അല്ലെന്ന് ആദ്യം തന്നെ ശ്രദ്ധിക്കണം. കുക്കർ തുറന്ന് നോക്കുമ്പോൾ ആ ടിന്ന് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇനി അത് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് അട തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ അട അരമണിക്കൂറോളം കുതിർത്ത് വെക്കുന്നുണ്ട്. നിങ്ങളെടുത്തിരിക്കുന്ന അടയുടെ മുകളിൽ എങ്ങനെയാണോ ആ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തോളൂട്ടാ. ഇത് നമുക്ക് ഒരു അരമണിക്കൂറോളം ഒന്ന് അടച്ച് വെക്കാം. അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ അട ഇതുപോലെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് ഊറ്റിയെടുക്കാം. അതിനുശേഷം ഒരു വലിയ കുക്കർ എടുത്തിട്ട് നമുക്ക് ഈ അരിച്ച അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ലേ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ക്യാന് കുക്കറിലൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അതേ കണ്ടില്ലേ, നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഈ കുക്കറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ചേർക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. അത് സാരമില്ല, നമുക്ക് പാല് ചൂടാക്കുമ്പോൾ അത് നന്നായിട്ട് മെൽറ്റായിട്ട് പോയിക്കോളും. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായ ചതച്ചിട്ട്, പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ്, ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ കാരമലൈസ്ഡ് മിൽക്ക് അതിൽ മെൽറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ പായസത്തിൻ്റെ കളർ നന്നായിട്ട് മാറി വരുന്നുണ്ട്. തന്നെ നമ്മുടെ പായസത്തിന് ശരിക്കും നമ്മുടെ പാലടയുടെ കളർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായി അടച്ച് വെക്കാം. കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ 30 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വിസിൽ വന്നാലും കുഴപ്പമില്ല. 30 മിനിറ്റും നമ്മൾ നന്നായി ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് കുക്കർ നന്നായി വിസിൽ പോയതിന് ശേഷം മാത്രം നമുക്ക് തുറന്ന് നോക്കാം. 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കുക്കറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പിരിഞ്ഞ പോലെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ പാലട നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാലടയ്ക്ക് കണ്ടില്ല, നല്ല കളറ് കിട്ടിയിട്ടുണ്ട്, നല്ല കട്ടിയും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നേരം നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അങ്ങനെ കുക്കറിൽ വെക്കുന്ന നേരം ഒരു 5 മിനിറ്റ്, ആ 5 മിനിറ്റ് നമ്മളൊന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല സ്വാദിഷ്ടമായ നല്ല കളറുള്ള പാലട ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അവർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്